പാകിസ്ഥാൻ ഒരു അനാവശ്യ രാഷ്ട്രമാണ്. പാകിസ്ഥാൻ എന്നൊരു തെറ്റാണ്, പക്ഷെ അതൊരു അനാവശ്യ രാഷ്ട്രം. പക്ഷെ എന്താണെങ്കിലും ഇന്ത്യക്കൊരു സഹോദര രാഷ്ട്രമായിട്ട് അങ്ങോട്ടും പാകിസ്ഥാൻ സഹോദര മാതൃരാജ്യമായിട്ട് ഇങ്ങോട്ടും കാണാവുന്ന രാജ്യമാണ് ഏത്, അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇത് തമ്മിൽ യോജിപ്പിക്കാൻ ഒരു കാരണവശാലും അമേരിക്ക വയ്ക്കൂല. എന്തുകൊണ്ട്? അതുണ്ടായാൽ പിന്നെ അമേരിക്കയുടെ ആയുധ വിൽപ്പന നടക്കൂല. അപ്പൊ ഇതിനെപ്പോഴും ഇവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എപ്പോഴും ഇപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയ രാജ്യങ്ങളാണ് അറേബ്യൻ രാജ്യങ്ങൾ. ആരാ ആയുധം കൊടുത്ത? അമേരിക്ക. മനസ്സിലാണ്ട് പറഞ്ഞത്, ക്യാപിറ്റലിസത്തിന് ശത്രു വേണം. അതിന് ശത്രു ആരാണ്? ആ ശത്രു ആവാം. പിന്നെ ആരാ ശത്രു ആവാം? ഒന്നിരിക്കൽ ഓർത്തഡോക്സ് ക്രൈസ്തവര് ശത്രു ആവണം. അതിനുള്ള കരുത്ത് ഇപ്പോൾ ഇല്ല. അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം ലോകത്തില്ല ഒരു ശത്രു ആവണം എന്ന് അറിയല്ലേ. പിന്നെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് ജൂതന്മാര് ക്യാപിറ്റലിസത്തിന് ശത്രു ആകണം. ആണെങ്കിലും അവർക്ക് അതിനുള്ള സ്ട്രെങ്ത് ഇന്നില്ല. അപ്പോൾ പിന്നെ ഒരു സമൂഹത്തിന് പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ പോലും എക്കണോമിക്കൽ സ്ട്രെങ്ത് ഉള്ള ഒരു ജനവിഭാഗമാണ് എന്ത്? മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങളെ കൊണ്ടുവന്നിട്ട് ആരെ സ്ഥാനത്ത് നിർത്തും? ശത്രു. ശത്രു ഇല്ലാതെ ക്യാപിറ്റലിസത്തിന് മുന്നോട്ട്, ഭൗതികതയുടെ സ്വഭാവം അങ്ങനെയാണ്. ഇതൊന്നും എന്തല്ല, മതപരമായ വൈരമേ അല്ല, മതപരമായ വൈരേ അല്ല. ഞാൻ പറയട്ടെ, ഇന്നത്തെ എക്കണോമിക്കൽ സോഴ്സ് അറേബ്യൻ ലോകത്തുള്ള ഈ എണ്ണയും മറ്റൊക്കെ ഇല്ലാതെ ആയാൽ തിരിഞ്ഞു നോക്കാത്ത നാടായി മാറും ഇത്. ഞാൻ പറഞ്ഞ അലക്സാണ്ടർ വന്നിട്ട് പോലും മക്കയെ ആക്രമിച്ചില്ല. എന്തുകൊണ്ട്? ഇന്ത്യയെ ആക്രമിക്കാൻ വന്നു, മക്കയെ ആക്രമിച്ചു. എന്തുകൊണ്ട്? ഇന്ത്യ എന്ന് ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമാണ്. മക്കയിൽ ഒന്നുമില്ല. പട്ടിണി കിടക്കുന്ന നാടിനെ ആക്രമിച്ചിട്ട് അതുകൂടി ബാധ്യതയാക്കണം എന്തിനാ? അറബ് ലോകം ഇന്ന് ഇതൊക്കെ നിന്നിട്ട് ഒരു ഉറുപ്പികയുടെ വരുമാനം ഇല്ലാതെയായാൽ അറബികൾ എന്നൊരു ജനതയെ തന്നെ ലോകം മറക്കും. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്നൊരു പുസ്തകമുണ്ട് ഇന്ത്യ. ആ പുസ്തകം ആവർത്തിച്ച് മനസ്സിരുത്തി വായിച്ചാൽ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ. അപ്പൊ അടിസ്ഥാനപരമായി ഇവരെല്ലാം ഈ മതങ്ങൾ, അപ്പൊ എന്താണ് 990 ശേഷമാണ് ഈ ദുരന്തം ഉണ്ടാവുന്നത്. ഇന്നത്തെ ദുരന്തം മുഴുവൻ ഉണ്ടാവും 990 ശേഷം. ഈ അവസ്ഥക്ക് അവസരം ഒരുക്കിയതാകട്ടെ ഗോർബച്ചേവ്. ഒരു സയണിസത്തിന്റെ ഒരു മീഡിയേറ്റർ എന്നാണ് ഞാൻ അയാളെ മനസ്സിലാക്കുന്നത്. സയണിസത്തിന് സൗകര്യമുള്ള ഒരു ലോകക്രമം കൊണ്ടുവരുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് കൃത്യമായും ഗോർബച്ചേവാണ്. കമ്മ്യൂണിസം ഒരിക്കലും തകരാൻ പാടില്ലായിരുന്നു. കമ്മ്യൂണിസം തകർന്ന ലോകത്തിന് വലിയ നഷ്ടം. പക്ഷെ കമ്മ്യൂണിസം തകർന്നു പോയി. അതിൻ്റെ അർത്ഥം കമ്മ്യൂണിസം മഹത്തമായ കാര്യം പറഞ്ഞായിരുന്നു കുറെ. അങ്ങനെ നാളെ മുതൽ അതിന്റെ ക്ലിപ്പ് ഉണ്ടാക്കും. കമ്മ്യൂണിസം മഹത്തായ കാര്യമാണെന്ന് റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചെണ്ടമുട്ടാലോ. കമ്മ്യൂണിസം ഇല്ലാതെയാവണമെങ്കിൽ എന്തില്ലാതെയാവണം? ക്യാപിറ്റലിസം ഇല്ലാതെയാവണം. ക്യാപിറ്റലിസം ഇല്ലാതാവൂല അടുത്തൊന്നും ലോകാവസാനം വരെ. ക്യാപിറ്റലിസം ഇല്ലാതെ ഒരു കാലോ ലോകത്തുണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? മുതലാളിത്ത വ്യവസ്ഥിതി ഇല്ലാത്ത എന്ന് മനുഷ്യനൊരു സമൂഹമായോ അക്കാലത്ത് ക്യാപിറ്റലിസം എന്ന പേരില്ലെങ്കിൽ പോലും ആ സാധനം ഉണ്ട്. അത് എന്നും ഒരു എനിമി അതിന് ഒപ്പമുണ്ട്. ചിലപ്പോൾ അത് പ്രവാചകന്മാരാണ്, പ്രവചിച്ച പ്രവാചക സമൂഹങ്ങളാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ബൈബിളും പറഞ്ഞല്ലോ, പ്രവാചകന്മാരെ പുണ്യപുരുഷന്മാരെ കൊലപ്പെടുത്തിയവര് അവരാരാ? അക്കാലത്തെ ക്യാപിറ്റലിസ്റ്റുകൾ. ഇപ്പൊ മൂസാ നബി ഉപദ്രവിച്ചതാരാ? അക്കാലത്തെ ക്യാപിറ്റലിസ്റ്റ് ആണ്. ആര്? ഫറോവ. ഒരു ക്യാപിറ്റലിസ്റ്റ് ആണ് ഫറോവയിസം. അതിന്റെയും 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ബാബിലോണിയയിലെ ക്യാപിറ്റലിസം. ആർക്കെതിരെ? ഇബ്രാഹിം നബിക്കെതിരെ, അബ്രഹാമിനെതിരെ.
ക്യാപിറ്റലിസത്തിന് ആ പേരുണ്ടാവില്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതിനെ എതിരിടാൻ ഒരു കൃത്യമായ ശത്രുവാണ്. ആ ശത്രു 1917 മുതൽ 1970 വരെയുള്ള കാലഘട്ടം ഒരു നിലക്ക് ലോകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു നിലക്ക് മതപരമായ സമൂഹങ്ങൾക്ക് ഒരു ആശ്വാസമുള്ള കാലഘട്ടം. മതം എന്ന പേരിൽ ആ ജനതയിൽ അക്രമം ഉണ്ടായിട്ടില്ല. രാജ്യങ്ങൾ തമ്മിൽ 1-2 മഹായുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പിന്നിൽ കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ വർഗീയത വളരാനുള്ള ഒരു ഇന്റർനാഷണൽ സോഴ്സ് ആ കാലഘട്ടത്തിൽ ഇല്ല. കാരണം എവിടെ ക്യാപിറ്റലിസം പടപ്പുറപ്പെട്ടോ അവിടെ ആര് വരും? കമ്മ്യൂണിസം വരും. സ്വതന്ത്ര ഇന്ത്യ വരുന്നത് മുതൽ നമ്മൾ ഏത് ചേരിയിലാണ്? നമ്മൾ സോഷ്യലിസ്റ്റ് ചേരിയിലാണ്. അതുകൊണ്ടാണല്ലോ ഇന്ത്യക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേന് ഉടനെ എണീറ്റ് നിന്നിരുന്നത് ആരാണ്? സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ മാഗസിനുകളൊക്കെ ഇന്ത്യയിൽ സുലഭമായി ഇന്ത്യൻ ഭാഷകളിൽ വെറുതെ കൊടുത്തിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് പ്രൗഢ. അക്കാലത്തെ സോവിയറ്റ് യൂണിയന്റെ പ്രകീർത്തനങ്ങൾ പാടുന്ന മാസികകളാണ് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ വെറുതെ കിട്ടും. എല്ലാ ഭാഷയിലും ഉണ്ടാവും, മലയാളം ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട് പ്രൗഢ. 1984 ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്ക കൊണ്ടുവന്നു. ആര്? ഗോർബച്ചേവ്. പുതിയൊരു ലോകക്രമം ഉണ്ടാക്കാൻ വേണ്ടി. അതിന് കാരണം സയനിസത്തിന്റെ മീഡിയേറ്റർ ആയിരുന്നു അയാൾ. ലോകത്തെ ഇന്നത്തെ രൂപത്തിൽ ചതിച്ചത് ഗോർബച്ചേവാണ്. ഗോർബച്ചേവ് ചതിച്ച ചതിയെ പോലത്തെ ഒരു ചതി ഇല്ല. മിഡിൽ ഈസ്റ്റിൽ അതിനുശേഷം വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കമ്മ്യൂണിസം നിലനിന്നിരുന്നുവെങ്കിൽ ഇറാഖിലെ ജനങ്ങൾ കഷ്ടപ്പെടുമെങ്കിലും ഗോണ്ടനാമ ജയിലിൽ അനുഭവിച്ചതുപോലെയുള്ള കഷ്ടപ്പാട് ഇറാഖികൾക്കുണ്ടാകുമായിരുന്നു. ഞാനത് പറയാനുള്ള കാരണം എന്തെന്നാൽ അക്കാലത്ത് നമ്മളെ ഈ മലബാറിലൊക്കെ കമ്മ്യൂണിസം തകരുന്നു എന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ ഇഷ്ടംപോലെ നടന്നിരുന്നു. അപ്പൊ ഞാൻ അന്ന് ബാല്യക്കാരനാണെങ്കിലും ഇത് ശരിയല്ല എന്നായിരുന്നു എന്റെ മനസ്സ് പറഞ്ഞിരുന്നത്. കാരണം ഇതിന്റെ ഫലം നിങ്ങൾ ഇനി അനുഭവിച്ചു. ഞാനിനി കമ്മ്യൂണിസം തിരിച്ചു വരണമെന്ന് പറയല്ല. ക്യാപിറ്റലിസം പോലെ നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ തന്ന മറ്റൊരു സാധനമാണ് എന്ത്? കമ്മ്യൂണിസം. പക്ഷെ ഒരു കാര്യമുണ്ട്, എവിടെ ഏത് പൊസിഷനിൽ ക്യാപിറ്റലിസം എണീറ്റ് നിൽക്കുകയാണെങ്കിൽ അവിടെ ആരും എണീറ്റിക്കും. അതെ, ഒറ്റ സാധുക്കളെ കഷ്ടപ്പെടുത്തും കമ്മ്യൂണിസം. ഇന്ന് ലോകത്തിനൊരു ഒരു ശത്രു ഇസ്ലാം അല്ലാതെ ഇല്ല. അത് വരും. അതുകൊണ്ട് അതൊരു വലിയ കാലമാണ്. കമ്മ്യൂണിസം അങ്ങനെ തകർന്നു, ഇങ്ങനെ തകർന്നു. കമ്മ്യൂണിസം തകരും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അതിൻ്റെതായ മാനിഫെസ്റ്റോ ഉണ്ടായി. അതിലൊരു പ്രത്യേക ചട്ടക്കൂടിൽ വന്നു. ക്യാപിറ്റലിസത്തിന് അങ്ങനെ ചട്ടക്കൂടൊന്നുമില്ല. ഏത് കാലത്തെയും ചൂഷണമാണ് എന്ത്? ക്യാപിറ്റലിസം. ഒരു ചട്ടക്കൂട് വന്നാൽ മനുഷ്യ നിർബന്ധമായ ചട്ടക്കൂടുകൾ പെട്ടെന്ന് ദുർബലമാവും. ചട്ടക്കൂടില്ലെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ക്യാപിറ്റലിസത്തിന് ചട്ടക്കൂടില്ല. എവിടെയുമുള്ള ഏത് കാലത്തും, ഞാൻ പറഞ്ഞ ഫറോവ അക്കാലത്തെ ക്യാപിറ്റലിസ്റ്റ് ആണ്, ഒരു പ്രത്യേക ചട്ടക്കൂടൊന്നുമില്ല. നമ്രൂദ് അക്കാലത്തെ ഒരു ക്യാപിറ്റലിസ്റ്റ് ആണ്. അബൂജഹൽ അക്കാലത്തെ ഒരു ക്യാപിറ്റലിസ്റ്റ് ആണ്. മനസ്സിലായില്ലേ? അതിന് പ്രത്യേക ചട്ടക്കൂടൊന്നുമില്ല. ഏത് ചൂഷണ വ്യവസ്ഥയും ക്യാപിറ്റലിസ്റ്റ് ആണ്. കമ്മ്യൂണിസം ഏത് കാലത്തില്ലേ? ഉണ്ട്. പക്ഷെ അതിന് ചട്ടക്കൂട് കൊണ്ടുവന്നു കാൾ മാർക്സ്. അപ്പോൾ അത് തകർന്നു. ഒരു വ്യവസ്ഥിതി ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ വന്നാൽ എന്താവുമെന്നാൽ ഒരു വ്യവസ്ഥിതിയെ അറിയാതെ എല്ലാവരും ഭാഗഭാക്കാവും. സാധുക്കൾക്ക് മര്യാദക്ക് തൊഴിലിന് കൂലി കൊടുക്കണം എന്ന് പറഞ്ഞിരുന്ന ആളുകൾ 1000 കൊല്ലം മുമ്പ് ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഒരു വ്യവസ്ഥിതി ഒന്നുമില്ല. അതുകൊണ്ട് തകർച്ചയില്ല. അവരെ പിടിച്ച് കൊന്നിട്ടുണ്ടാവും. ഒരു വ്യവസ്ഥിതി വരുന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ ആ വ്യവസ്ഥിതിയായിരിക്കും മറ്റൊരു ക്യാപിറ്റലിസം. ഇന്ന് കമ്മ്യൂണിസം എന്ന സാധനം ഉണ്ടെങ്കിൽ അതാണ് ക്യാപിറ്റലിസം. ഇന്ന് അടിസ്ഥാന കമ്മ്യൂണിസം ഇല്ല, അത് ക്യാപിറ്റലിസം.
നമ്മുടെ മുഖ്യമന്ത്രിക്ക് നേതൃത്വം കൂടെ നിന്ന് കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അത് ക്യാപിറ്റലിസമാണ്, കമ്മ്യൂണിസ്റ്റ് അല്ല. എന്തുകൊണ്ട്? ഭരണമല്ല നടക്കുന്നത്, ഒരു ബ്യൂറോക്രസിയാണ്. ഒരിക്കലും കമ്മ്യൂണിസത്തിൽ ഒരു ബ്യൂറോക്രസി ഉണ്ടാവൂല കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ കമ്മ്യൂണിസം ആധുനിക ലോകത്ത് ക്യാപിറ്റലിസമായി തരംമറിഞ്ഞുപോയി. അപ്പൊ ഈ 990 ശേഷമാണ് ഈ ചെളിവാരി എറിയൽ ഉണ്ടായത്. നിങ്ങൾ പറഞ്ഞതിന് മറുപടിയാണ്. ക്രിസ്ത്യാനിറ്റിക്ക് തന്നെ എതിരല്ലേ ഇന്നത്തെ? അങ്ങനെ പറയണ്ട, ക്രിസ്ത്യാനിറ്റി ഇതൊക്കെ അംഗീകരിക്കുന്നവരാണ്. പക്ഷെ ആധുനിക ലോകത്ത് 990 ശേഷം അതുവരെ ഏകോദര സഹോദരങ്ങളായിട്ട് വന്നതാണ് അവർ. ഇപ്പൊ ഫലസ്തീൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നതൊരു മുസ്ലിം പ്രശ്നമായിട്ടാണ് ലോകത്ത് കേൾക്കുന്നത്. സത്യത്തിൽ മുസ്ലിം പ്രശ്നമല്ല, PLO ഉണ്ടാക്കിയ ക്രിസ്ത്യാനിയാണ്. PLOയുടെ ഫൗണ്ടർ ആരാ? പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ആദ്യം ഉണ്ടാക്കിയത് ആരാ? ക്രിസ്ത്യാനി. ഒരു ക്രിസ്തീയ സംഘടനയാണത്. എന്നാൽ ക്രിസ്തീയ സംഘടനയല്ല, അത് കമ്മ്യൂണിസ്റ്റ് സംഘടനയാണ്. PLOയുടെ ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഏറ്റവും വലിയ ചിത്രം ചെഗ്വേരയുടേതാണ്. ഒരു മുസ്ലിം സിമ്പൽ അവിടെ ഇല്ലെന്നെ. മനസ്സിലായില്ല? യാസർ അറഫാത്തിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്ത ആളുമാരാണ് ചെഗ്വേര എവിടെ വന്നിട്ടുണ്ട്? PLOയുടെ ഓഫീസിൽ. മനസ്സിലായില്ല? പ്രാഗ് വസന്ത കാലഘട്ടത്തിലെ കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പായ കാരണമായി യുവ തുർക്കിയായി അറിയപ്പെടുന്ന ആളാണ് ആര്? ചെഗ്വേരയുടെ ഫോട്ടോ എവിടെ ഉണ്ട്? PLOയുടെ ഓഫീസിലുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബിന്റെ ഫോട്ടോ ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഇല്ല. ഇപ്പൊ നമ്മൾ ഇവിടെ 10, 12, 13 വർഷങ്ങൾക്ക് മുമ്പ് 2010 മറ്റോ മലപ്പുറത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് സമ്മേളനം ഉണ്ടായി. മനസ്സിലായോ പറഞ്ഞത്? ആ കമ്മ്യൂണിസ്റ്റ് സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട കവാടത്തിൽ വെച്ച ഫോട്ടോ യാസർ അറഫാത്തിന്റെ ആയിരുന്നു. അന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി നമ്മളെ ഈ മുസ്ലിമീങ്ങൾ. ഞാൻ രാഷ്ട്രീയല്ല പറയുന്നത്. ഞങ്ങളാളാണ്. നിങ്ങളാളല്ല, അത് കമ്മ്യൂണിസ്റ്റാണ്. അന്തല്ല. PLO ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പലസ്തീന്റെ കൂടെ നിൽക്കണം എന്ന താല്പര്യത്തിന് പുറമെ, അതൊരു ധാർമ്മികമായ താല്പര്യമാണ്, ഇന്ത്യയുടെ താല്പര്യം. അതിന് പുറമെ നെഹ്റുവിന് അതിൽ പ്രത്യേക താല്പര്യം ഉണ്ടാകാൻ കാരണം എന്താ? PLO എന്താണ്? സോഷ്യലിസ്റ്റ് സംഘടനയാണ്. സോഷ്യലിസത്തിന്റെ കൂടെയാണ് അന്ന് ആര്? അന്നും എന്നും കോൺഗ്രസ് ഒരു കമ്മ്യൂണിസ്റ്റ് സംഘടനയാണ്. മനസ്സിലായില്ല? കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് സംഘടനയാണ്. ചെറിയ ഒരു മതത്തെ ഇല്ലാതാക്കണം എന്നത് കമ്മ്യൂണിസത്തിന്റെ താല്പര്യമാണെങ്കിൽ, മതം ഉണ്ടായതുകൊണ്ടും ഇല്ലാതായതുകൊണ്ടും പ്രത്യേക ലാഭനഷ്ടമില്ല എന്നുള്ള ഒരു വീക്ഷണമാണ് എന്തിൻ്റെത്? അത് ഇന്ത്യൻ ഭൂമിക അതായതുകൊണ്ടാണ്. അടിസ്ഥാനപരമായി ഇവരുടെയൊക്കെ ഊർജം ഏതാണ്? സോവിയറ്റ് യൂണിയൻ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഗാന്ധിജിയും നെഹ്റുവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഗാന്ധിജി ഒരു ആത്മീയവാദിയാണ്, നെഹ്റു തികഞ്ഞ ഭൗതികവാദിയാണ്. ദൈവത്തെ മാറ്റി നിർത്തി ഒരു വാക്കും പറയാത്ത ആളാണ് ആര്? ഗാന്ധിജി. ദൈവത്തെ കൂട്ടി ഒരു വാക്കും പറയാത്ത ആളാണ് ആര്? നെഹ്റു. നല്ല മനുഷ്യനാണ്, രാജ്യത്തിന് വേണ്ട ഒരാൾ തന്നെയാണ് നെഹ്റു. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്, സോഷ്യലിസ്റ്റ് ചേരിയിലുള്ള ആളാണ്. അതുകൊണ്ടാണ് നേരെ എന്തിന് പിന്തുണ കൊടുത്തത്? പലസ്തീൻ പിന്തുണ കൊടുത്തത്. മനസ്സിലായ നമ്മൾ പഠിക്കണം. പക്ഷെ ഈ സാഹചര്യങ്ങൾ ലോകത്താണ് ഇല്ലാതെയായി 990 അപ്പോൾ പിന്നെ ഒരു പുതിയ ശത്രുവിനെ അവരോധിച്ചു. ആ ശത്രുവിന് നടക്കാൻ വയ്യാത്ത ശത്രുവാണത്. ആര്? മുസ്ലിങ്ങൾ. ഞങ്ങളോട് പറഞ്ഞല്ലോ, പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, പിന്നെ ദുബായിലൊരു കാടുണ്ട്.
ഒരു ഉണ്ടാക്കി കൂട്ടി അവിടെ ഒരു കാടുണ്ട്. ആ കാട്ടിൽ അവര് പുറത്ത് പോയിട്ട് എന്ത് ചെയ്യും? മാന്, കൂരന്, പോലത്തിനെ കൊണ്ടുവന്നിട്ട് അവർ ലോകത്തെ മറ്റു രാജ്യങ്ങളിൽ വിമാനത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ വിട്ടിട്ട് വേട്ടക്കോ, ബലന്നെ ഉണ്ടാക്കിയിട്ട് ബലന്നെ വേട്ടക്കോ എന്ന് പറഞ്ഞ മാതിരി എണീച്ചടക്കാൻ കഴിയാത്ത ഒരു സമൂഹമാണ് നിലവിൽ ഇസ്ലാമിസ്റ്റുകൾ. എന്നിട്ട് അതിനെ എണീറ്റിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇവര് വേട്ടയാടാണ്. എന്തുകൊണ്ട്? ആയുധം വിൽക്കണല്ലോ. നിങ്ങളിന്റെ കൂടെ അല്ല, വേട്ട നടന്നാലല്ലേ എന്ത് വിൽക്കാൻ പറ്റൂ. അപ്പൊ ഈ ഒച്ചിന്റെ വേഗതയിൽ പോകുന്ന ഇസ്ലാമിസ്റ്റുകൾ അവർക്കൊരു പിടുത്തമില്ല, അവർക്ക് നേതാവില്ല. അവര് നേതാവ് ആരാ? ക്യാപിറ്റലിസ്റ്റ്. എന്താ ഇവർ നേതാക്കന്മാരാരാ? ക്യാപിറ്റലിസ്റ്റുകള്. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കുക, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ അനുവദിക്കുക. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കുക എന്നത് എന്താ? ക്യാപിറ്റലിസം. അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുക ഇതാണ് എന്ത്? കമ്മ്യൂണിസം. നിങ്ങൾ ഏതെങ്കിലും ഒരു അറബ് രാജ്യത്ത് പോയിട്ടൊരു അഭിപ്രായം പറയും. നിങ്ങൾ അറബ് രാജ്യത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു താല്പര്യത്തിനെതിരെ, ഭരണകൂട താല്പര്യത്തിനെതിരെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അന്ന് നിങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ പോയാൽ പിന്നെ നിങ്ങളെ മയ്യത്ത് പോലും കിട്ടൂല. എവിടെ സിയാർത്തിയാണെങ്കിൽ മരിച്ച് കുഴിച്ചിട്ട് എവിടെയെന്ന് അറിയണ്ട. എന്താ ഇതിന് കാരണം? ക്യാപിറ്റലിസം. നീ ഇതൊക്കെ പറഞ്ഞാലും ഇന്നും ക്യാപിറ്റലിസത്തിന് ഇന്ത്യ വഴിപ്പെട്ടിട്ടില്ല. കളി നടക്കുന്നുണ്ട്, വഴിപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ഒരു കവലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിച്ച് പ്രസംഗിക്കണമെങ്കിൽ ഒരു വെള്ള പേപ്പറിന്റെ മുകൾ ഭാഗത്ത് ഒരു കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്താൽ മതി. എനിക്കിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിച്ച് പ്രസംഗിക്കേണ്ടതുണ്ട്, പ്രൊട്ടക്ഷൻ വേണം, കൊടുക്കും. എന്തുകൊണ്ട്? അടിസ്ഥാനപരമായ സോഷ്യലിസ്റ്റ് രാജ്യമാണ് ഇന്ത്യ. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. സത്യമാണോ അല്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാണ് ഇസ്ലാം. അതിന്റെ ആ രംഗത്ത് ഇസ്ലാം, അതാണ് ഇസ്ലാമിന്റെ ആവശ്യപ്പാട്. അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കും അനുവദിക്കണം എന്നാണ് കാൾ മാർക്സിന്റെ വീക്ഷണം. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്കി. അപ്പൊ ഇന്നത്തെ നമ്മുടെ അറബ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണത്? ക്യാപിറ്റലിസ്റ്റുകൾ. എന്നിട്ട് അവരെ ശത്രുവാക്കി നിർത്തുന്നതും ആരെന്നെയാണ്? ക്യാപിറ്റലിസ്റ്റുകൾ. എന്തിനെങ്ങനെ ആക്കണം? ഇവരാളുകൾ തന്നെ പേര് ഇന്നും പെടുന്നുണ്ട്. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞില്ല, കാടുണ്ടാക്കിയിട്ട്, കൃത്രിമമായ കാടുണ്ടാക്കി ഏതോ ഇന്തോനേഷ്യയിൽ പോയിട്ട് മാനിനെ പിടിച്ചുകൊണ്ടെന്നാണ് ഇവിടെ വിട്ടിട്ട് തെക്കുന്നും വടക്കോട്ട് പൊടിവെക്കും, വടക്കുന്ന് തെക്കും കൂടിവെക്കും എന്ന് പറഞ്ഞാൽ ഇറാഖിൽ നിന്ന് ഇറാനിലേക്ക് വെടിവെക്കും, ഇറാനിൽ നിന്ന് ഇറാഖിലേക്ക് വെടിവെക്കും. ഇക്കൊല്ലം അടുത്ത കൊല്ലം കൂടി ഇറാഖിൽ നിന്ന് ഇറാനിലേക്കാണ് വെടി. പിന്നെ 2 കൊല്ലം കഴിഞ്ഞാൽ ഇറാനിൽ നിന്ന് ഇറാഖിലേക്കാ വെടി. എവിടെന്നെങ്കിലും നിന്നാലേ വെടിവെക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ക്യാപിറ്റലിസ്റ്റുകളാണ്, പക്ക ക്യാപിറ്റലിസ്റ്റുകൾ. ക്യാപിറ്റൽ മനസ്സിലായില്ല? ക്യാപിറ്റലിസ്റ്റുകൾക്ക് വിശ്വാസമില്ലാത്തതാണ് എന്ത്? ദൈവത്തിൽ വിശ്വാസമല്ല. ആരിൽ വിശ്വാസമുണ്ട്? ശൈത്താൻ വിശ്വാസമുണ്ട് ക്യാപിറ്റലിസ്റ്റുകൾക്ക്. ക്യാപിറ്റലിസ്റ്റുകൾ ശൈത്താനെയാണ് ആരാധിക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധന നടക്കുന്ന ഒരു ദിവസം ഏതാ? ഒക്ടോബർ 31. എന്തുകൊണ്ട്? ലോകത്തിലെ പൊതു ദൈവം ഇപ്പൊ പിശാചാണ്. ക്യാപിറ്റലിസ്റ്റുകൾക്ക് ഏത് കാലത്തെയും ദൈവം പിശാചാണ്. അറബ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്ന ദിവസം ഏതാ? ഒക്ടോബർ 31. റബീഉൽ അവ്വൽ 12 അല്ല. റബീഉൽ അവ്വൽ 12 ഒരാൾക്കൊരു ഒരു കുലാവ് വെച്ചു കൊടുത്താൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യും. ഒക്ടോബർ 31 നിങ്ങൾ എന്ത് ചെയ്ത? എന്തുകൊണ്ട്? ഒരു ക്യാപിറ്റലിസ്റ്റുകളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, സത്യം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല, നന്നാവില്ല. അവരാകെ എന്ത് നടത്തും? 5 വക്ത് നിസ്കരിക്കും, അത്ര തന്നെ. ഞാൻ അവസാനിപ്പിക്കാണ്. വളരെ ചിന്തിക്കണം. ലോകത്ത് വലിയ മാറ്റങ്ങൾ വരാൻ പോവാണ്, വലിയ മാറ്റങ്ങളുണ്ടാവും. എൻ്റെ ഒരു വീക്ഷണപ്രകാരം
വളരെ താമസിയാതെ ഇറാൻ തകർക്കപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ അറബി ക്യാപിറ്റലിസ്റ്റുകളും ഇസ്രായേലി ക്യാപിറ്റലിസ്റ്റുകളും എല്ലാം കൂടെ അണ്ടർവേൾഡ് ബന്ധം നടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇറാൻ തകർക്കപ്പെടും. നിങ്ങൾ വേഗം പറഞ്ഞാൽ കാസിം വിഷയാണ്. അതുകൊണ്ടാണ് ഇറാനെ പറ്റി പറഞ്ഞത്. വളരെ വളരെ പെട്ടെന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതെ 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 അതെ, വളരെ പെട്ടെന്ന് അത് സംഭവിക്കും. ഇനി വലിയ താമസം ഇനിയില്ല. ഇറാൻ തകർക്കപ്പെടും. ഇറാൻ തകർക്കപ്പെടുന്ന ഞാൻ 20 കൊല്ലം പറഞ്ഞിട്ടുണ്ട്. സാഹചര്യങ്ങൾ ഒത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ സിറിയയിൽ സംഭവിച്ചിട്ടുള്ള സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന ഇറാന്റെ അധപ്പതനം വളരെ പെട്ടെന്ന് സംഭവിക്കും എന്നാണ്. പിന്നെ ആ രാഷ്ട്രത്തെ ഛിന്ന ഭിന്നമാക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ അവർ തകരൂല. എന്തുകൊണ്ടെന്ന് സ്വയം പര്യാപ്തമായ രാഷ്ട്രമാണ് ഇറാൻ. ഇറാന്റെ അരിയ ഉപയോഗിക്കുന്നത്, ഇറാന്റെ ഗോതമ്പ് ഉപയോഗിക്കുന്നത്, ഇറാന്റെ പച്ചക്കറിയാണ്. മാത്രമല്ല ലോക രാജ്യങ്ങളിലേക്ക് ഈ വെജിറ്റബിൾസും മറ്റും എല്ലാം കയറ്റിവിടുന്ന രാജ്യം കൂടിയാണ് എന്ത്? ഇറാൻ. സമൃദ്ധമാണ്. എല്ലാവരും കൂടി ഉപരോധിച്ചപ്പോൾ അവർ സ്വയം പര്യാപ്തരായി. പുറത്തുനിന്നുള്ള ടിൻ ഫുഡ്സ് ഒന്നും അവരിറക്കൂല. അപ്പൊ ഈ ആ രാജ്യത്തെ ഇനി ഉപരോധിച്ചു കൊല്ലാൻ പറ്റൂല. കാരണം ഉപരോധത്തെ അവർ മറികടന്ന് കഴിഞ്ഞു. അവർക്ക് ആവശ്യമായ മരുന്ന് ലോകരാജ്യങ്ങളിലേക്ക് ആവശ്യമായ മരുന്ന്, ഖത്തറിനെ ഉപരോധിച്ചപ്പോൾ ഖത്തറിന് ആവശ്യമായ മരുന്ന് കൊടുത്തത് ഇറാനാണ്. ഇറാന്റെ ഒരു ബെൽറ്റ് ഉണ്ട്. ഇറാന്, ചൈന, ഇറാന് അടക്കമുള്ളൊരു ബെൽറ്റ് ഉണ്ട്. റഷ്യ അങ്ങനെ. പക്ഷെ ആ ബെൽറ്റ് വളരെ പെട്ടെന്ന് പൊട്ടിക്കപ്പെടും. സാധ്യത വളരെ കൂടുതലാണ്. തലങ്ങും വിലങ്ങും വെട്ടിവെച്ച് കൊല്ലും. യുദ്ധം, അതിഭീകരമായ യുദ്ധങ്ങളുണ്ടാവും. തൊയ്യബ് ഉർദുഖാൻ എന്ന വ്യക്തി ഒരു കള്ളനാണെന്ന് എന്നാ ഞാൻ പറയാത്തത്. ഒരു പൊളിറ്റിക്കൽ കള്ളനാണ് തൊയ്യബ് ഉർദുഖാൻ. നമ്മളല്ലേ പത്രത്തിലൊക്കെ എഡിറ്റോറിയൽ എഴുതിയിരുന്നു, മാനാണ്, ഔലിയ പാപ്പയാണ്, മൗലൂദ് ഓതും. നിങ്ങൾക്ക് പിന്നെ മൗലൂദ് ഓതിയല്ല ആയല്ല. കള്ളന്മാര് മൗലൂദ് ഓതും, കുത്തുബിയത്തിൽ പങ്കെടുക്കും. എന്തേ? ഓൻ അപ്പേരിൽ നിന്ന് സാധനം അടിച്ചു മാറ്റണമെങ്കിൽ കുത്തുബിയത്തിൽ പങ്കെടുക്കേണ്ടി വരും. കാരണം കുത്തുബിയത്തുണ്ടായാലല്ലേ ഓന് അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. 1000 യാ ശേഖം യാ മൊഹീദ്ദീൻ എന്ന് പറഞ്ഞ നേരത്തെ എന്ത് ചെയ്യും? ഏറ്റവും അപ്പോൾ കാക്ക നമുക്ക് കുത്തുബിയത്തുണ്ടാക്കിയാലോ എന്ന് പറഞ്ഞാൽ എൽപ്പനായിരിക്കും. അറബ് സമൂഹത്തിന്റെ പൊങ്ങുന്ന കൈകളെല്ലാം വിട്ടുക എന്നുള്ളതാണ്. അതതിന്റെ അടിസ്ഥാനം. ഒന്ന്, ക്യാപിറ്റലിസത്തിന് ഏറ്റവും വലിയ എതിരായുള്ള വിപ്ലവകാരി 20ാം നൂറ്റാണ്ടിൽ അയാത്തുള്ള ഖൊമൈനിയാണ്. അയാളെക്കാൾ വലിയ ഒരു ക്യാപിറ്റലിസ്റ്റ് വിരുദ്ധൻ, ക്യാപിറ്റലിസത്തെ അടിച്ച് തകർത്ത ഒരാൾ അയാത്തുള്ള ഖൊമൈനിയെ പോലെ ഒരു വ്യക്തി 20ാം നൂറ്റാണ്ടിൽ വേറെ ഇല്ല. നിങ്ങൾക്ക് പറയാം കാസിം വിഷയാണ്. അതല്ല ഞാനീ പറഞ്ഞു. നമ്മൾ നേര് ചരിത്രത്തെ വായിക്കണം, നേര് വായിക്കണം. അമേരിക്കക്ക് ഇത്രയേറെ തലവേദന ഉണ്ടാക്കിയൊരു വ്യക്തിയും വേറെ ഇല്ല 20ാം നൂറ്റാണ്ട്. കാരണം ഷാപ്പായി നബിയുടെ ഭരണ കൃത്യമായ ചൂഷണ ഭരണം. 1000 മുറികളുള്ള കൊട്ടാരത്തിലെ പാർത്തിരുന്ന് ഷാപ്പായി നബി. 1000 മുറികളുള്ള കൊട്ടാരത്തിൽ പാർക്കുക, ജനങ്ങൾ പട്ടിണി കിടക്കുക. എന്നിട്ട് അവിടെ ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ പിന്നെ നാട് കടത്തി, പിന്നെ തിരിച്ചു വരിക. ആ മനുഷ്യൻ പട്ടിണി കടന്ന് രാജ്യത്തെ സമൃദ്ധാക്കി. ഗോതമ്പിന്റെ കഞ്ഞും തൈരും അതാണ് ഭക്ഷണം. ആരുടെ? ഖൊമൈനിയുടെ. അമേരിക്കൻ കോൺഗ്രസിലെ ചില അംഗങ്ങൾ ചോദിച്ചു, യോഗൂർത്തും കഞ്ഞും മാത്രം കുടിക്കുന്ന ഒരു മനുഷ്യനെ, നിങ്ങൾ കുറ്റിക്കാട്ടിൽ ടെന്റിൽ പാർക്കുന്ന ഒരു മനുഷ്യനെ ഇത്ര നിങ്ങൾ പേടിക്കണം എന്തിനാ? അയാളാണ് തകർത്തത്. ആരെ? ഷാപ്പായി നബിയെ. അയാൾ പാർത്തിരുന്ന എവിടെ? 1000 മുറികളുള്ള വീട്ടിൽ, കൊട്ടാരത്തിൽ.
അപ്പൊ ക്യാപിറ്റലിസത്തെ ഇത്രയേറെ അടിച്ച ഒരാൾ വേറെ ഇല്ല പിൽക്കാലത്ത് ഇറാൻ എന്തായിട്ടുണ്ടെങ്കിലും. അപ്പൊ ഒരു ക്യാപിറ്റലിസ്റ്റ് വിരുദ്ധ രാഷ്ട്രമാണ് എന്ത് ഇറാന്. അതാണ് പ്രശ്നം. അല്ലാതെ ഇസ്ലാമും ഷിയ അല്ല, അത് മുസ്ലിമീങ്ങൾ തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. മനസ്സിലായില്ലേ? അത് മുസ്ലിമീങ്ങളെ കാര്യമില്ല, അത് മുസ്ലിമീങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ആരാണ്? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. അത് പൊങ്ങാവുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് പൊങ്ങാവുന്ന പ്രതിരോധിക്കാൻ ഒരു കൈ വേണമല്ലോ. അങ്ങനത്തെ ഒരു കൈയാവാൻ സാധ്യതയുള്ള കൈയാണ് ഇത് ഇറാൻ. നേരത്തെ അങ്ങനത്തെ പൊങ്ങാവുന്ന കൈയായിരുന്നു ആരുടേത്? സദ്ദാം, അത് വെട്ടി. വേറൊരു കൈയായിരുന്നു ലിബിയ, വെട്ടി. എവിടെ കൈ പൊങ്ങുന്ന ആ കൈകൾ വെട്ടും ക്യാപിറ്റലിസം. അല്ലാതെ അവർക്കിപ്പോ സുന്നികള് ആണ് റളിയല്ലാഹു അൻഹു, മറ്റേ ലഅനത്തുല്ലാഹി അലൈഹി ആണ്, ഇതൊന്നും അല്ലല്ലോ ഓരോ പ്രശ്നം. ഓൽക്കിപ്പോ ഇറാനാണ് ശരിയായ. ഇതേ ഇറാനിൽ ഇതേ ഷിയാക്കൾ നിലനിന്നിരുന്ന കാലത്ത് എല്ലാ ഒത്താശയും കൊടുത്തത് ആരാ? അമേരിക്ക. 1979 വരെ. 1979 എന്ത് നടക്കുന്നത്? ഷാ പൗലവിക്കെതിരെയുള്ള വിപ്ലവം നടത്തിയത് ആര്? അയാത്തുള്ള ഖുമൈനി. അതുവരെ ഇറാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിരുന്ന ആരാണ്? അമേരിക്കയും ബ്രിട്ടനും. മനസ്സിലായില്ല? ഇറാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിരുന്നത് ആരാണ്? അമേരിക്കയും ബ്രിട്ടനും. ഏതുവരെ? 1979 വരെ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. 79 അമേരിക്കക്ക് നേരെ ശത്രുവായി മാറി. കാരണം എന്തായി? ക്യാപിറ്റൽസിന് വിരുദ്ധമായ ഭരണകൂടം അവിടെ വന്നു. അതാണ് ഇപ്പൊ നിലനിൽക്കുന്ന സ്റ്റാറ്റസ് കോ. അല്ലാതെ ഷിയായതല്ല പ്രശ്നം. എന്തേ ഷിയാക്കളെ നരകത്തിലെത്തിക്കേണ്ട പണിയേറ്റ അമേരിക്ക ഏറ്റെടുത്തു. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവണില്ലേ? ഇതിന്റെ ലക്ഷ്യം എന്താന്ന്? ഉയരാൻ സാധ്യതയുള്ള കൈകൾ വെട്ടികളയും. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് സൗദി അറേബ്യ ഉയരാൻ സാധ്യത കൈയാണ് തോന്നിയാലോ? വെട്ടിയിരിക്കും. ക്യാപിറ്റലിസത്തിന്റെ മുകളിൽ ഒന്നിനെ അവർ വെക്കൂല. കമ്മ്യൂണിസത്തെ അവർ വെച്ചില്ല. ഒരു നൂറ്റാണ്ട് ക്ഷമിച്ചില്ല. കമ്മ്യൂണിസത്തെ തകർത്ത് നിങ്ങൾ 4 മൂല്യന്മാരല്ല. നിങ്ങൾ ഈ പിന്നെ നെളിയം പറമ്പിൽ വയൽ തുറന്നിട്ടാണോ കമ്മ്യൂണിസം ഇല്ലാതെ അന്തല്ലാത്തവരെ? അയ്യേ, നിങ്ങൾ പറയണത് എന്താ? ഇവിടെ കുറച്ച് പിന്നെ നമ്മളെ കുറച്ച് രാഷ്ട്രീയ പ്രഭാഷകർ മറ്റൊക്കെ പ്രസംഗിച്ചപ്പോ കമ്മ്യൂണിസം തകർന്നു. അയ്യേ, നിങ്ങളൊക്കെ ഉള്ള നൂറ്റാണ്ട് ജീവിച്ചാൽ പോലും അന്തണ്ടാവും. കമ്മ്യൂണിസത്തെ തകർത്ത ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം പൊങ്ങാനുള്ള ഒരു കൈയിനെ നിർത്തൂല. വളരെ താമസിയാതെ പുടിൻ താഴെ ഇറക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു ക്യാപിറ്റലിസ്റ്റ് തന്നെയാണെങ്കിൽ പോലും റഷ്യ തകരുക, റഷ്യൻ ചേരി തകരല്ല ആവശ്യമാണ് ഇവർക്ക്. അതിൽ പല ചതികളും ഇനി നടക്കും. അങ്ങനെ ഉണ്ടാവും. എന്തിന്? ഇറാനെ റഷ്യയും കൊണ്ട് തുർക്കി ആക്രമിപ്പിക്കും. ആര്? അതുപ്പുറത്ത് ചെയ്യും. ആര്? അമേരിക്ക. ക്യാപിറ്റലിസം അവരെവിടെ